നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റൊരു ചലച്ചിത്ര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചലച്ചിത്ര പഠനം എക്സാമുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. നാളെയാണ് നമ്മുടെ എക്സാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരിക, എങ്ങനെയൊക്കെയാണ് അതിൽ ചോദ്യങ്ങൾ വരിക, എങ്ങനെയാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടതെന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാനാണ് ഈ ഒരു ഡിസ്കഷൻ വെച്ചിട്ടുള്ളത്. എസ് എ ക്വസ്റ്റിൻ്റെ ഒക്കെ ഒരു വിശദമായിട്ടുള്ള ഒരു വിശദീകരണമൊന്നും ഇതിലുണ്ടാവില്ല. എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്നതിനെ കുറിച്ചിട്ടുള്ളൊരു രൂപരേഖ, ഒരു ഓവർവ്യൂ ആണ് നമ്മളിവിടെ തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, അനുകൽപ്പനം എന്നാൽ എന്ത് എന്നതാണ്. ഇത് 4ാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അനുകൽപ്പനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമത്തിലൂടെ അവതരിപ്പിച്ച ആശയത്തെ മറ്റൊരു മാധ്യമത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന രീതിക്കാണ് അനുകൽപ്പനം എന്നതുകൊണ്ട് പറയുന്നത് എന്നാണ് അനുകൽപ്പനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. 2ാമത്തെ ചോദ്യം, മൊണ്ടാഷ് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് എന്നാണ്. ഇതിൻ്റെ ഉത്തരം റഷ്യൻ ചലച്ചിത്ര ഗവേഷകനായിട്ടുള്ള ഐസൻസ്റ്റീൻ എന്നാണ് എഴുതേണ്ടത്. 3ാമത്തെ ചോദ്യം, ഡോക്യുമെൻ്ററിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന ചോദ്യമാണ്. ഇവിടെ നമ്മൾ എഴുതി വയ്ക്കേണ്ടത് ജോൺ ഗ്രിയേഴ്സൺ റോബർട്ട് ഫ്ലോഹർട്ടി എന്നാണ്. ജോൺ ഗ്രിയേഴ്സൺ റോബർട്ട് ഫ്ലോഹർട്ടി. ഇത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ, സിനിമയുടെ തരംതിരിവുകൾ എന്ന മൊഡ്യൂളിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. 1ഉം 2ഉം നമ്മുടെ 4th മൊഡ്യൂളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇനി 4ാമത്തെ ചോദ്യം, സിനിമയുടെ ലോകം എന്ന ഗ്രന്ഥം രചിച്ചതാര്. ഇതും 4th മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യമാണ്. നമ്മൾ എഴുതി വയ്ക്കേണ്ടത് അടൂർ എന്നാണ് എഴുതി വയ്ക്കേണ്ടത്. 5ാമത്തെ ചോദ്യം, അനുവർത്തനത്തിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഏതെല്ലാം എന്നാണ്. ഇതും 4th മൊഡ്യൂളിലെ ചോദ്യമാണ്. അനുകൽപ്പനം എന്നത് തന്നെയാണ് അനുവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ എഴുതി വയ്ക്കേണ്ടത് വ്യത്യസ്ത തരത്തിലുള്ള അനുകൽപ്പനങ്ങളാണ്. അതായത് പദാനുപദ വിവർത്തനം, വിവർത്തനം, അനുകരണം എന്നത് എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ വിവർത്തനം, വിവരണം, സാദൃശ്യം ഇതും നമുക്ക് എഴുതി വയ്ക്കാവുന്നതാണ്. ഇതാണ് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ എഴുതി വയ്ക്കേണ്ട ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, എ ട്രിപ്പ് ടു മൂൺ എന്ന സിനിമയുടെ സവിശേഷത എന്താണ് എന്നതാണ്. ഇത് നമ്മുടെ ചലച്ചിത്ര നിരൂപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. ഇത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതിൻ്റെ ഉത്തരം ഈ ചോദ്യത്തിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് എ ട്രിപ്പ് ടു മൂൺ, ചന്ദ്രനിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് എഴുതി വയ്ക്കാം, ഇതൊരു ശാസ്ത്ര സിനിമയാണ്, ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് എന്നതാണ് നമ്മളിത് എഴുതി വയ്ക്കേണ്ടത്. അതായത് നാസയുടെ അപ്പോളോ ദൗത്യത്തെ അധികരിച്ച് നിർമ്മിച്ച സിനിമയാണ്. ഇത് ലോകത്തിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യകാല സയൻസ് ഫിക്ഷൻ സിനിമയാണ് എന്നത് നമുക്ക് എഴുതി വയ്ക്കാം. അതാണ് ഈ സിനിമയുടെ സവിശേഷത. 7ാമത്തെ ചോദ്യം, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇതിന് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഇന്ത്യൻ സിനിമയുടെ പരമോന്നത പുരസ്കാരം ആണ് എന്നാണ് എഴുതി വയ്ക്കേണ്ടത്. 8ാമത്തെ ചോദ്യം, ആനിമേഷൻ ഫിലിം. ആനിമേഷൻ ഫിലിം എന്ന് പറയുന്ന ചോദ്യം സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യമാണ്. ഇത് നമ്മൾ എഴുതി വയ്ക്കേണ്ടത് ചലനത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി ദ്വിമാനമോ ത്രിമാനമോ ആയ ചിത്രങ്ങളിലെ തുടർച്ചയും വേഗത്തിലുള്ള പ്രദർശനവുമാണ് ആനിമേഷൻ എന്നതാണ് ഇതിൽ എഴുതി വയ്ക്കേണ്ടത്. ആനിമേഷൻ മൂവി എന്നത് എഴുതി വയ്ക്കേണ്ടത്. 9ാമത്തെ ചോദ്യം, തിരക്കഥ, സിനിമയുടെ ബ്ലൂ പ്രിന്റ് എന്ന ഗ്രന്ഥം രചിച്ചതാര് എന്ന ചോദ്യമാണ്. ഇവിടെ നമ്മൾ എഴുതി വയ്ക്കേണ്ടത് അരവിന്ദൻ വല്ലച്ചിറ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ഇത് മൊഡ്യൂൾ 4ലെ സിനിമാ നിരൂപണം എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. 10ാമത്തെ ചോദ്യം, JC ഡാനിയൽ. ഇത് നമ്മൾ എഴുതി വയ്ക്കേണ്ടത് മലയാള സിനിമയുടെ പിതാവ് എന്നാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടത്. 11ാമത്തെ ചോദ്യം, സ്വയംവരം ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്. അടൂർ ഗോപാലകൃഷ്ണൻ എന്നതാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടത്. 12ാമത്തെ ചോദ്യം, ആലം ആര ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര് എന്നതാണ്. ഇവിടെ നമ്മൾ എഴുതി വയ്ക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രമായിരുന്നു. ഇത് സംവിധാനം ചെയ്തത് ആർദഷീർ ഇറാനി എന്നാണ് എഴുതി വയ്ക്കേണ്ടത്. ഈ സ്വയംവരം ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ എന്ന് പറയുന്ന ഭാഗമൊക്കെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അത് അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ സാമാന്യ ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ നല്ലതാണ്. മൊഡ്യൂൾ 4ൽ നിന്നുള്ള ഒരു ചോദ്യമാണ് എന്നാണ് ഇത് നമ്മൾ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് 11ാമത്തെ ചോദ്യമൊക്കെ. പക്ഷേ നമുക്ക് സീലിംഗ് ഉള്ളതുകൊണ്ട് ആ ചോദ്യമൊക്കെ നമുക്ക് തീരെ അറിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൽ കാരണം 20 മാർക്കാണ് കിട്ടുക. 12 ചോദ്യം നമുക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടില്ല. പക്ഷേ നമുക്ക് അധികമായിട്ട് എഴുതുന്നത് നമുക്ക് അറിയും. ചില ചോദ്യങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ മാർക്ക് ഇതിലേക്ക്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നിങ്ങൾ തീരെ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവഗണിക്കാവും നല്ലത്. കുഴപ്പമില്ല. രണ്ടാമത്തെ സെക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന സെക്ഷൻ. അതായത് 5 മാർക്കിൻ്റെ 7ഓളം ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യത്തിന് 5 മാർക്കാണ് കിട്ടുന്നത്. ഇത് എല്ലാം ഒരു പേജ് എഴുതാവുന്ന ചോദ്യങ്ങളാണ്. ഒറ്റ പേജാണ് എഴുതേണ്ടതുള്ളൂ. ഇതിൽ ആദ്യത്തെ ചോദ്യം 13ാമത്തെ ചോദ്യം ദീപ മേത്ത. ഇത് തേർഡ് മൊഡ്യൂൾ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന തേർഡ് മൊഡ്യൂളിൽ വരുന്ന ഭാഗമാണ്. അതായത് ഇന്ത്യൻ വനിതാ സംവിധായകരെ കുറിച്ചിട്ട് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൽ സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അതിൽ വരുന്നതാണ് ദീപ മേത്ത. ദീപ മേത്തയുടെ സിനിമയെ കുറിച്ചിട്ടും അവരുടെ ജീവചരിത്രമാണ് അവിടെ എഴുതി വെക്കേണ്ടത്. ഫയർ, എർത്ത്, ഭൂമിയൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട സിനിമകൾ. അതൊക്കെ വെച്ച് എഴുതുകയാണ് വേണ്ടത്. 14ാമത്തെ ചോദ്യം മലയാള സിനിമയുടെ പ്രദർശന ചരിത്രം. മലയാള സിനിമയുടെ പ്രദർശന ചരിത്രത്തിൽ ജെ.സി. ഡാനിയലിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു ചരിത്രമാണ് അവിടെ എഴുതേണ്ടത്. നമ്മുടെ കേരളത്തിൽ ആദ്യം ചലച്ചിത്ര പ്രദർശനം നടത്തിയത് തൃശ്ശൂരിലുള്ള ഒരു പട്ടമേഞ്ഞ ഒരു ചലച്ചിത്ര തിയേറ്ററിലാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടത്. ജോസ് കാട്ടൂക്കാരനാണ് അത് പ്രദർശനത്തിന് കാരണമായത്. ആദ്യത്തെ സിനിമ അവിടെ പ്രദർശിപ്പിച്ചത് ദാദാ സാഹിബ് ഫാൽക്കെയുടെ കാളിയമർദ്ദനായിരുന്നു. അതൊക്കെയാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടത്. ആ ഒരു ചരിത്രം ജെ.സി. ഡാനിയേലിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അത് എഴുതി വയ്ക്കേണ്ടത്. 15ാമത്തെ ചോദ്യം കാഴ്ച എന്ന സിനിമയുടെ പ്രമേയപരമായ സവിശേഷതകൾ എന്നതാണെന്ന്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ എഴുതാവുന്ന ഒരു ചോദ്യമാണത്. നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു സങ്കടപ്പെടുത്തുന്ന ഒരു വൈകാരിക നിമിഷം പങ്കുവയ്ക്കുന്ന ഒരു കുടുംബ പ്രമേയമായിട്ടുള്ള സിനിമയാണ്. ആ സിനിമയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഗുജറാത്തിലെ കച്ചിൽ നടന്ന ഭൂകമ്പത്തെ ബേസ് ചെയ്തിട്ടുള്ള ഇറക്കിയ സിനിമയാണ്. ആ ഭൂകമ്പത്തിൽ നിന്ന് ഒരു ബാലൻ രക്ഷപ്പെട്ടു വരികയാണ്. പക്ഷെ അവൻ്റെ ഫാമിലിയിലുള്ള മറ്റാളുകളൊക്കെ അവിടെ മരണപ്പെടുന്നുണ്ട്. ആ കുട്ടി ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിലാണ് വരുന്നത്. അവിടെ അനാഥനായിട്ട് നിലകൊള്ളുകയാണ്. അവിടെ നിന്നാണ് ഇവിടെ മാധവൻ എന്ന് പറയുന്ന മമ്മൂട്ടി കൈകാര്യം ചെയ്തിരിക്കുന്ന കഥാപാത്രം ആ കുട്ടിയെ സംരക്ഷിക്കുന്നതും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പല എതിർപ്പുകൾ കാരണം കൊണ്ടും ആ കുട്ടിയെ തിരിച്ച് ഗുജറാത്തിൽ തന്നെ എത്തിക്കേണ്ട അവസ്ഥ വരികയും ആ കുട്ടിയെ ദത്തെടുത്ത് വളർത്താനാവാതെ ഒരു പിതാവിൻ്റെ ദുഃഖം പ്രകടിപ്പിക്കുന്ന കഥാപാത്രം ബ്ലസ്സിയുടെ മാധവൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇവിടെ നമ്മുടെ ഏതൊരു പ്രേക്ഷകനും ഹൃദയസ്പർശിയായിട്ട് അല്ലെങ്കിൽ കണ്ണു നിറയാതെ ആ സിനിമ കണ്ട് തീർക്കാനാവില്ല എന്നതാണ് ആ സിനിമയുടെ ഒരു പ്രമേയപരമായിട്ടുള്ള പ്രത്യേകത. അത്രയും വൈകാരികത നിറച്ചൊരു സിനിമയാണെന്നുള്ളതാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടത്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം ഗിരീഷ് കാസറവള്ളിയെ പരിചയപ്പെടുത്താനാണ്. ഇദ്ദേഹം ഒരു തെന്നിന്ത്യൻ സിനിമാ സംവിധായകനാണെന്നുള്ളതാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടത്. അതായത് കന്നഡ സിനിമയുടെ ഭാവുകത്വ പരിണാമത്തിന് വഴിതെളിച്ച സംവിധായകനാണ്. കലാമൂല്യങ്ങളുള്ള ധാരാളം സിനിമകൾ ക്രൗര്യ അതുപോലെ തന്നെ തീൻകന്യ പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത വ്യക്തിയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടത്. കന്നഡ ചലച്ചിത്ര സംവിധായകനാണ്. ആ ഒരു ഭാഗത്തിൽ എഴുതി വയ്ക്കുക അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം. 17ാമത്തെ ചോദ്യം ദാദാ സാഹിബ് ഫാൽക്കെ. ഇന്ത്യൻ സിനിമയുടെ പിതാവാണ് ഇദ്ദേഹം. ആ ചരിത്രത്തെക്കുറിച്ച് എഴുതുക. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ രാജ ഹരിശ്ചന്ദ്ര. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെയെ കുറിച്ച് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന തേർഡ് മൊഡ്യൂളിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ ഭാഗം എഴുതി വയ്ക്കുകയാണ് വേണ്ടത്. 18ാമത്തെ ചോദ്യം തിരക്കഥയുടെ ആഖ്യാന ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ്. ഇവിടെ നമ്മൾ എഴുതി വയ്ക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിവൃത്തം, വൺ ലൈൻ, അതുപോലെ തന്നെ തിരക്കഥാ സംഭാഷണം, സ്റ്റോറി ബോർഡ്. ആ ഒരു 5 ഘടകങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. തിരക്കഥാ രചന എന്ന് പറയുന്ന മൊഡ്യൂളിലാണ് ആ ഒരു ഭാഗം പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ എഴുതി വയ്ക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവെ എക്സാമിൽ വരുന്നത്. എല്ലാം ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളാരും പേടിക്കേണ്ടതില്ല. അപ്പോൾ തിരക്കഥയുടെ ആഖ്യാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിവൃത്തം, വൺ ലൈൻ, ട്രീറ്റ്മെൻറ്റ്, തിരക്കഥാ സംഭാഷണം, സ്റ്റോറി ബോർഡ്. ഇതിനെ വിശദീകരിക്കുകയാണ് അവിടെ വേണ്ടത്. ഇനി അടുത്തത് ചെമ്മീൻ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് അടുത്ത ചോദ്യം. ചെമ്മീൻ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുക. നമുക്കറിയാം പരീക്കുട്ടി, കറുത്തമ്മ, അതുപോലെ തന്നെ ചെമ്പൻകുഞ്ഞ്, പളനി. ഈ പറയുന്ന വ്യക്തികളെ കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തണം. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അതിന് ഉത്തരം എഴുതാൻ പറ്റുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യം.
പിന്നീട് തേർഡ് സെക്ഷനാണ് ഇത് എസ്സേ സെക്ഷനാണ്. 10 മാർക്കിന് 2 ചോദ്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതുക. പക്ഷെ അത് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള നമുക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യമായിരിക്കണം. അതാണ് എസ്സേയുടെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ എസ്സേയിൽ മാർക്ക് പറ്റ പോവും. 3 പേജാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് ഒരു പേജിൻ്റെ അപ്പുറവും ഇപ്പുറവും പിന്നെ മറ്റൊരു പേജിൻ്റെ ഒരു ഭാഗവും, അങ്ങനെ 3 പേജ് എഴുതണം. അതിൽ 20ാമത്തെ ചോദ്യം ബംഗാളി സിനിമയ്ക്ക് സത്യജിത് റായ്, ഋത്വിക് ഘട്ടക്, മൃണാൾ സെൻ എന്നിവർ നൽകിയ സംഭാവനകൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു 3 സംവിധായകരുടെയും ജീവചരിത്രമാണ് എഴുതി വെക്കേണ്ടത്. ഇത് തേർഡ് മൊഡ്യൂൾ ബംഗാളി സിനിമ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന ഭാഗമാണ്. ആ ഒരു ഭാഗമാണ് ഇതിൽ വിശദീകരിക്കേണ്ടത്. 21ാമത്തെ ചോദ്യം സിനിമയുടെ ഉൽപ്പത്തി വികാസങ്ങളെക്കുറിച്ച് ഉപന്യസിക്കുക എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് നമ്മുടെ ലൂമിയർ ബ്രദേഴ്സിൻ്റെ ഫ്രാൻസിലെ ചരിത്രം മുതൽ ഇങ്ങ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം, കേരള സിനിമയുടെ ചരിത്രവും 3 കൂടി ക്ലബ് ചെയ്ത് എഴുതുകയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏകദേശം ഇതേ പാറ്റേണിൽ തന്നെയാണ് ഉണ്ടായിരിക്കുക. ചില ചോദ്യങ്ങളൊക്കെ മാറും. ഇതേ റിപ്പീറ്റേഷൻ അല്ല ഉണ്ടാവുക. എന്നാലും ഇതിൻ്റെ ഒരു രൂപരേഖ കിട്ടാനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായി. ഈ ഒരു ഡിസ്കഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.